പെട്ടെന്ന് നമ്മുടെ നോബി ചേട്ടനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തോളൂ. ഫ്ലാഷ് ബാക്കിലേക്ക് അവിടുന്ന് നടന്നു ശകലം മതി മോളെ, ഒരുപാട് ദൂരെ പെട്ടു. നടന്നോളൂ, ഒരു കുഴപ്പമില്ല. ഒരുപാട് ദൂരം നടക്കാറില്ല. നോബി ചേട്ടാ, നോബി ചേട്ടാ ടേക്ക് ആയി ഒന്ന് വരുമോ? വാടാടാ, എന്തൊരു ചാടാ നോക്ക്. വാടാ, ഇൻട്രോ എടുക്കണോടാ, വാടാ. ബാ, അതിന്റെ മേളിൽ കയറിട്ട് ഇൻട്രോ എടുക്കണം. ബാ, ഞാൻ ഇല്ലടാ അതിന്. എനിക്കൊന്നും പറ്റില്ല. പറഞ്ഞേക്ക്, അനുവിനോട് പറഞ്ഞു. നോബി ചേട്ടൻ ഇങ്ങനെ ചാടിയിടില്ല. നോബി ചേട്ടൻ കാരണം ലേറ്റ് ആവുക. ഞാൻ അതിന്റെ മണ്ടയിലൊക്കെ വലിയ കയറുന്ന തുടങ്ങിയ ഭയങ്കര കഷ്ടം. എടാ, ഒറ്റ നോബിയെ അനുകരിച്ച് അത് 9 മില്യൺ അടിക്കുമ്പോ നിങ്ങൾക്ക് അഭിമാനിക്കാം. അല്ല, എന്റെ ഒരു അഭിപ്രായം ലക്ഷ്മി നക്ഷത്രം അനുകരിക്കണം. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സത്യം, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർ മാജിക്കിലേക്ക് സ്വാഗതം. ഞാൻ മിക്കവാറും എന്റെ പ്രാർത്ഥനയാണ്. തേങ്ങ അടിച്ചു അതെ, സിമ്പിൾ ആയിട്ടുള്ള സ്പോൺസറെ പറയണ കുട്ടിക്ക് നല്ലത്. നടന്നു വന്നിട്ട് പറയാം അല്ലേ? അതും സെയിം. അതാകുമ്പോ ആലോചിക്കാല്ല. Yes, welcome to Tamar Padar, powered by Eastern. നോവിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അയ്യോ, ദേ ചിരിക്കുന്നു. എന്നിങ്ങനെ ചിരിപ്പിക്കല്ലേ. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അതായത് ഈ തങ്കച്ചേട്ടൻ ഒന്ന് കാണിക്കണം. തങ്കച്ചേട്ടന്റെ ഡാൻസിന്റെ സ്റ്റെപ്പ് കാണിച്ചാൽ മതി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. തങ്കച്ചന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പായിരുന്നു. അടിപൊളി. ഷിയാസിനെ ഒന്ന് നോക്കാം. ഒരു ഇടിവെട്ടായിട്ടാണ്. ഞാന് സ്റ്റാർ മാജിക്കിനെ പറ്റി പറയണോ? ഞാന് സ്റ്റാർ മാജിക് ശരിക്കും കണ്ടിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പൊ ഫാമിലിനെ പോലെയായിരുന്നു. അന്ന് പിന്നെ നവീൻ നീ വച്ചിരിക്കുന്ന ആ ക്ലാസ് ഇല്ലേ, അതെന്റെയാണ്. അവനത് പറയൂല. അവനൊന്നും പറയൂല. എന്റെ പിറകുന്നിടത്ത് കെഞ്ചി കെഞ്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. ചോനും പറയൂല. അവളിപ്പോ ഇങ്ങനെ മച്ചൻ കമ്പനിയാണ്. മച്ചൻ കമ്പനിയാണ്. ഒന്നും പറയാനില്ല. ഒന്നും പറയില്ലേ? ഇനി പിന്നെ വീണ്ടും ഇമിറ്റേറ്റ് ചെയ്യുന്ന വിചാരിച്ചിട്ടാണ്. എന്റെ പൊന്നു, ഇത് ഭയങ്കര ഗംഭീര. ഒന്നും പറയാം. ഇനി അനു എന്തെങ്കിലും ചോദിച്ചു. ലഞ്ചിന് എത്ര മീൻ കഴിച്ചു? ഞാൻ മീനിന്റെ മുള്ളില്ലേ, ആ മുള്ളും കൂടെ ഞാൻ ചവച്ചരച്ച് കഴിച്ചായിരുന്നു. അപ്പം ഞാൻ പിന്നെ മറ്റേ അവിടെ നിൽക്കുന്നില്ല, ആ ചേട്ടനില്ല, ആ സിയാസേട്ടൻ്റെ അവിടെ നിന്ന് കുറച്ച് മുള്ളും കൂടെ വായിൽ വെച്ച് കഴിച്ചു ഞാൻ. അപ്പോൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ ആ മറ്റേ മേശയില്ലേ, മേശയുടെ മൂട്ടിലൊക്കെ വീണു പോയി. ഞാൻ എടുത്തു വെച്ച്, ഞാൻ വീട്ടിലാണെങ്കിൽ ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെ ചവച്ച് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാറൊക്കെ ഉണ്ട്. ഭയങ്കര ഇതാണ്. ഈ എന്തൊരു ചേട്ടാ ഇത്, ഇങ്ങനെയൊക്കെ കഴിക്കാവോ? അയ്യോ, എന്തൊരിത്. ഇനി ഇതെല്ലാം കണ്ട് വളരെ അഭിമാനത്തിൽ നമ്മുടെ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ സീനിയർ താരം സുധിച്ചേട്ടൻ റെഡിയാണ്. മൃദുല റെഡിയാണ്. പുള്ളി സ്കൂളിൽ നിന്ന് ടൂർ ഒരുങ്ങി നിൽക്കുന്നതും ഒക്കെ ആളുടെ. ചേട്ടാ ആലോചിക്കണേ, എന്താണ് ഇങ്ങനെ അയക്കണം? It's something great. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക്
അന്ന് നമ്മൾ ടമാർപ്പടാറിലായിരുന്നു ഇങ്ങനെ ഒരു ട്രീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റാർ മാജിക്കിന്റെ 200th എപ്പിസോഡിൽ ഈ ഒരു ട്രീറ്റ്, മൃദുലയുടെ ഈ ഒരു ട്രീറ്റ് നൽകിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സൂപ്പർ ആയി. പക്ഷെ സുധിയണ്ണൻ അനുകരിക്കാന്ന് എപ്പോഴേ പറയണത് തങ്കച്ചേ. ശരി നോക്കട്ടെ. സൂപ്പർ കറക്റ്റ്. ഷിയാസിനെ ആരെയും ഇമിറ്റേറ്റ് ചെയ്യണല്ലോ. നവീൻ ചേട്ടനല്ലേ? എന്നാ വാ. മനസ്സിലായി. അതെനിക്ക് മനസ്സ് മുഖം കണ്ടപ്പോ മനസ്സിലായി. ഷിയാസ് എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. എന്റെ മച്ചാനാണ് ഷിയാസ്. അളിയോ നീ ചോദിച്ചു. ഉടുപ്പോര് തിരിച്ച് ഷിയാസിനെ ഇമിറ്റേറ്റ് ചെയ്യണോ? നവി ഇങ്ങനെ നടക്കുന്നത് സത്യം ഇങ്ങനെ തന്നെ. അല്ല, ഷിയാസിന് ഒരു കാലിന് വലിച്ചുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗെയിം ഫണ്ണാക്കാൻ പറ്റില്ല. എനിക്ക് പറ്റുള്ളൂ, എനിക്ക് ഫണ്ണാക്കാൻ പറ്റില്ല. അപ്പോഴും അതാണ് വിളി. നവീൻ ചേട്ടാ ഇതുവരെ അങ്ങനെ മിമിക്രി ഒന്നും ചെയ്യാറില്ല അല്ലേ? ആദ്യമായിട്ട് പുള്ളിനെ അത്ര ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ നടത്തം പോലും അല്ലേ, എന്റെ ശബ്ദം പോലും ചെയ്തു. പക്ഷെ നീ ചെയ്തത് നന്നായിട്ടുണ്ട്, എന്നെ ചെയ്തത് നന്നായിട്ടുണ്ട്. അതെ, എല്ലാരും ചെയ്ത് തീർന്നെങ്കിൽ പറയണം. അസീസിന്റെ അശോകനുണ്ട്. ഈ കൂട്ടത്തിൽ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ അസിസ്കാരെ ഇമിറ്റേറ്റ് ചെയ്യും. സത്യസന്ധമായിട്ട് പറയണം, എനിക്ക് ഈ അനുകരണം അറിയത്തില്ല. ഞാൻ ആകെ ചെയ്ത ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ അശോകനാണ്. അത് ഇവിടത്തോടു കൂടി ഞാൻ നിർത്തി. ശരി, ശ്രീവിദ്യ നോവിച്ചിനാണെങ്കിൽ ട്രൈ ചെയ്യാം. ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്യണ്ട. അതെന്താ ഇത്ര കോടി മുടക്കി ഞാൻ ചേച്ചി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന സാധനം കാണിച്ചിട്ട് ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് അനുമായിരിക്കും ക്യാമറ എന്നോ. ചേച്ചി കറക്റ്റ് ആയിട്ട് ഇതാ പോസ്റ്റ് ചെയ്യാം. അത് അത് ശരിയാ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് കറക്റ്റ് അത് കറക്റ്റ്